ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോയതിൽ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, അത് സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. ഈ ഒരു ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോയതിൽ അവർക്ക് നല്ല വിഷമമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല അവർക്ക് നല്ലൊരു റിഗ്രറ്റ്, കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർക്ക് നഷ്ടബോധം തോന്നുന്നു എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒത്തിരി അവർ വിഷമിക്കുന്നതുകൊണ്ട് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം ഓർത്ത് ഒത്തിരി കുറ്റബോധം അവർക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഏസ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ അവർക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്നൊക്കെ നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നൊക്കെ അകന്നു പോയത് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ മറ്റു വ്യക്തികൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചതുമാകാം. അങ്ങനെ പറയുമ്പോൾ മറ്റുള്ള ആളുകൾ അവരോട് നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ അവർ വിശ്വസിച്ച് അങ്ങനെ പോയതാകാം. അങ്ങനെയുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളെ വിട്ട് അവര് അകന്നു പോകാനുള്ള ആ ഒരു ഡിസിഷൻ എടുത്തത് നിങ്ങളുടെ വ്യക്തി മാത്രമായിരുന്നു. ആരും അവരെ നിർബന്ധിച്ചിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു തീരുമാനം തെറ്റായി പോയി എന്ന് അവരിപ്പോ തിരിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയാണ്. ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു കാർഡ് നമുക്ക് 9 ഓഫ് സോഡ്സ് ആണ്. 9 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ അവരിപ്പോ ഒരു ഡേ ടൈമിലൊക്കെ വളരെ ഒരു ബിസി ആക്കി അവരെ നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ജോബ് കാര്യങ്ങൾ അല്ലെ മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ബിസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ടെൻഷനോ എംപ്റ്റിനെസ്സോ ഒന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അതങ്ങനെ തള്ളി കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്, മനഃപൂർവ്വമാണെങ്കിൽ പോലും. രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ അവരെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഓർമ്മകൾ അവരുടെ ഉറക്കത്തെ വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള എനർജീസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഇതൊരു കൺഫ്യൂഷൻ കാർഡാണ്. അവർക്ക് ജീവിതത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ബാലൻസ് ചെയ്യാനായിട്ട് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളില്ലാതെ അവർക്ക് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രയാസമായിരിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു കുറ്റബോധം അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഓർമ്മകളിലും അതിന്റെ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്ങിലൊക്കെ അവരിങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. ശരിക്കും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത്. ചില സമയങ്ങളിൽ സങ്കടം ഇങ്ങനെ നിറഞ്ഞ് അല്ലെങ്കിൽ വേദന ഹൃദയത്തിൽ നിറഞ്ഞ് ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലും ഒന്ന് ചിരിച്ചു നിൽക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുകയാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർ തന്നെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ തൊട്ടടുത്ത നിമിഷം അവർക്ക് ഹാപ്പി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ ഒരു വ്യക്തി. ഇവരുടെ ഇപ്പോൾ ചുറ്റുമുള്ള ആളുകൾ വിചാരിക്കും ഇപ്പോൾ ഇവർക്ക് ഇത്ര മാത്രം വിഷമിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ കരയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷമിക്കുന്നത് എന്നൊക്കെ അവരുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഇവർക്ക് നല്ലൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിനുള്ളിലുണ്ടെങ്കിലും പുറത്ത് അത് കാണിക്കാതിരിക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവർ ഒത്തിരി ശ്രമിക്കുന്നു. അത് ഇവർക്ക് വളരെയധികം ഇവരുടെ മനസ്സിന് സമ്മർദ്ദം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയധികം ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയത് അവരുടെ ജീവിതത്തിൽ വലിയൊരു പിഴവായി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അകൽച്ചയുടെ തുടക്കത്തിൽ അവർക്ക് തോന്നിയത് ഒരു ഡിസ്റ്റൻസ് ബെറ്റർ എന്ന രീതിയിലാണ്. അതായത് കുറച്ചൊന്ന് മാറി നിൽക്കാം, അപ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആകും എന്ന രീതിയിലാണ് അവർ വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു ഡിസ്റ്റൻസ് ഉള്ളത് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കാൻ
നല്ലതാണ് എന്ന രീതിയിലാണ് അവരത് എടുത്തിരുന്നത്. പക്ഷെ കാലം കടന്നു പോയപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളില്ലാതെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്, ഇപ്പോൾ ഇനി എന്നേക്കുമായി നിങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഹാഫ് എംപ്റ്റി ആയിരിക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് മൂൺ കാർഡാണ്. അപ്പൊ മൂൺ കാർഡും ഒരു കൺഫ്യൂഷൻ, ഫിയർ ഒക്കെ അവർക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു സ്റ്റക്കായി പോയി നിൽക്കുന്ന ഒരവസ്ഥ, അത് തന്നെയാണ് മൂൺ കാർഡിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി പേടി, ഫിയർ ആണ് അവർക്ക് തോന്നുന്നത്, ഭയങ്കര പേടി തോന്നുന്നു, ഒറ്റയ്ക്കായി പോയ പോലെയൊക്കെ തോന്നുകയാണ്. ഒരു ലൈഫിൽ ഒരു ഘട്ടത്തിൽ വന്നിട്ട് അവിടെ സ്റ്റക്കായി പോയ പോലെ തോന്നുന്നു. ഈ മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റുന്നില്ല, ആ ഒരു ലൈഫിൽ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇനി എന്നേക്കുമായി നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇനി വീണ്ടും നിങ്ങളെ കാണാനാകുമോ, സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക്, ഇനി ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാനായിട്ട് പറ്റുമോ, ഇതൊക്കെ വളരെയധികം കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെയാണ് അവർ ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും എല്ലാം കൂടെ കൂടി മൈൻഡ് കലങ്ങി മറിഞ്ഞ ഒരു അവസ്ഥയിലാണ് അവർ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒത്തിരി ഡൗട്ടുകൾ ഇപ്പോൾ ഇവരുടെ ഒരു മനസ്സിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ രാത്രികളിൽ അവർക്ക് ചിന്തകളുടെ ഒരു സമയം തന്നെയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഗിൽറ്റും ഒരുമിച്ച് വരുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് അവർ. പഴയ സന്തോഷ നിമിഷങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് അവർ. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പഴയ സന്തോഷം, ഹാപ്പിനെസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്ന സമയങ്ങളൊക്കെ അവർ ഓർത്തെടുക്കുന്നു. അപ്പോൾ അവർ പലപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു മെമ്മറി വരെ അവരെ വീണ്ടും വീണ്ടും ഒരു പിടിച്ച് ഉലയ്ക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ പുറകെ നടന്നിങ്ങനെ വേട്ടയാടുകയാണ് ആ ഓർമ്മകളൊക്കെ. ഒരിക്കൽ നിങ്ങളോടൊത്ത് ചിരിക്കുകയായിരുന്ന ആ ഒരു സെയിം മൂമെന്റ്സ് ഒക്കെ ഓർത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് കണ്ണുനീര് തന്നെയാണ്, അല്ലെങ്കിൽ കണ്ണുനീരോടുകൂടി ഒരു വേദനയോടെയാണ് അവർക്കത് ഓർക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അത്രയധികം സന്തോഷമായിരുന്ന നിമിഷങ്ങൾ ലൈഫിൽ കടന്നുപോയി, ഇനി അത് ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു സങ്കടം അവർക്കുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഹെർമിറ്റ് കാർഡാണ്. ഇവിടെ ഇപ്പോൾ അവർ ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. മൊത്തം ഡാർക്കായി പോയ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയ പോലെ ഒരു അവസ്ഥയാണ് അവരുടെ മനസ്സിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പല ഒരു റിയലൈസേഷനും അവർക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കി വെച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന് അവർക്കിപ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. പിന്നെ നിങ്ങൾ തമ്മിലുണ്ടായ കോൺഫ്ലിക്ട്സുകളോ അങ്ങനെ പ്രശ്നങ്ങളോ എന്ത് തന്നെയായിരുന്നാലും അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ അവർ വിലയിരുത്തി നോക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒത്തിരി മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയതിന്റെ ഒരു രീതി ഇങ്ങനെ ആയിരുന്നില്ല മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവർ പുറത്ത് വളരെ നോർമലായി കാണിച്ചാലും, അതായത് വളരെ ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്താലും കാണിച്ചാലും ഉള്ളിൽ അവർക്ക് വലിയൊരു പശ്ചാത്താപമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. നിങ്ങളിൽ നിന്ന് അകന്നു പോയതിൽ ഒരു കുറ്റബോധമുണ്ട്. പിന്നെ അവരുടെ ജീവിതം ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് അവർക്ക് കഴിയുന്നുമില്ല. ആരോടും ഒന്നും ഓപ്പൺ ആകാൻ കഴിയാതെ സൈലന്റ് ആയിട്ടൊരു പെയിനോടുകൂടി അവരിയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആരോടും ഒന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടൊന്നും പറയാൻ പോലും കഴിയാതെ സൈലന്റ് ആയിട്ട് പെയിനായിട്ട് അവരിങ്ങനെ കടന്നു പോകുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഒരു കാർഡ് 3 ഓഫ് സോൾസിന്റെ ഒരു എനർജിയാണ്. അപ്പം ഈ ഒരു സെപ്പറേഷൻ അവർക്ക് ശരിക്കും ഒരു ഹൃദയവേദന തന്നെയാണ് നൽകിയത്. ഞാനിവിടെ പറഞ്ഞ ഒട്ടുമിക്ക എനർജീസിലും നിങ്ങളുമായിട്ടും ചിലപ്പോൾ റെസിനേറ്റ് ചെയ്യുന്നുണ്ടാകാം. കാരണം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും റിലേഷൻഷിപ്പ് രണ്ടാളുകളെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഈ സെയിം അല്ലെങ്കിൽ കൂടി ഏകദേശം ഇതേ രീതിയിലുള്ള വേദനകൾ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. അപ്പം അവരെ പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സെയിം വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം എനർജീസ് തന്നെ നിങ്ങൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് എൻ്റെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം, നിങ്ങളുമായിട്ടും റെസിനേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് വളരെയധികം ഒരു ഹൃദയത്തിൽ വാൾ കുത്തി കയറിയാലുള്ള വിഷമം എന്താണോ അത്രയധികം വിഷമത്തിലൂടെ വരെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജീസ്. പിന്നെ നമുക്ക് മാസ്റ്റർ കാർഡ് ഏസ് ഓഫ് വാൻസ് ആണ്. ഇവിടെ ഈ ഇത്രയും വിഷമങ്ങളൊക്കെ ഉണ്ട്, എന്നാലും എല്ലാറ്റിനും ഇടയിലും ഈ ഇത്രയും വിഷമങ്ങളും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നതിനിടയിലും ഹൃദയത്തിന്റെ ഒരു അടിത്തട്ടിൽ അവർ സൂക്ഷിക്കുന്ന ഒരു ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരും, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും, ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് കഴിയും എന്നൊരു ചെറിയൊരു ബിലീഫ്, അതാണ് അവരെ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് പോലെ അതാണ് അവരെ ഒരു സ്ട്രെങ്തൻ ആക്കിക്കൊണ്ട് നിർത്തുന്നത്.
അതെ, അവർക്ക് നല്ല വിഷമമുണ്ട്, ഗിൽറ്റ് ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്, അതുപോലെ ഹാർട്ട് ബ്രേക്ക് ആയി പോകുന്ന പോലത്തെ വിഷമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ഈ ഒരു ഒപ്പം ഒരു ചെറിയ പ്രതീക്ഷ കൂടെ അവർ കൈവിടാതെ സൂക്ഷിക്കുന്നുണ്ട്. അവർ സ്റ്റില് ആ ഒരു പ്രതീക്ഷ ക്യാരി ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് മെസ്സേജ്, യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, സെക്കൻഡ് മെസ്സേജ്, ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീം ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മൾ പണ്ട് കണ്ടിരുന്ന ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്താലോ എന്ന് അവർ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് അവർക്കൊരു ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, അവർ നിങ്ങളോട് ഈ ഒരു സമയത്ത് സോറി പറയുകയാണ്. അവർ നിങ്ങളെ വിട്ടിട്ട് അകന്നു പോയതിനെ ഓർത്തിട്ട് അവർ നിങ്ങളോട് സോറി പറയുകയാണ്. ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, ഉടനെ തന്നെ നിങ്ങളെ അവർ വിളിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. വിളിക്കും എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ഐ റിയലി വാണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ശരിക്കും അവർക്ക് നിങ്ങളോട് കൂടി ആയിരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കറിയില്ല അതെങ്ങനെയാണ് സാധ്യമാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യം അവർക്കറിയില്ല എന്നാണ് അവർ പറയുന്നത്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷവും വളരെ പ്രീഷ്യസും വളരെ വിലപ്പെട്ടതായിരുന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് അവർ പറയുന്നു. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോൾ മെസ്സേജസ് ആണ് വരുന്നത്. ഗീവ് മീ അനദർ ചാൻസ്. ഓക്കെ, ഒരു ചാൻസും കൂടി അവർക്ക് കൊടുക്കണം എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഇതായിട്ട് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ വരുന്നുണ്ട്. 22 എന്ന് പറയുന്ന നമ്പർ വരുന്നു. എൻകറേജസ് യു. ഓക്കെ, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് തോന്നുന്നു. ഓക്കെ, നമ്പർ 25 ടുഡേ. ഓക്കെ, ഒരു പോസിബിലിറ്റി ആണ്. ചിലപ്പോൾ ടുഡേ നിങ്ങളെ വിളിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായി കോൺടാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളാകാം. നമ്പർ 46 കിട്ടുന്നുണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിൽ കവിളിൽ മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 777 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ വി കിട്ടുന്നു. അതുപോലെ ലെറ്റർ കെ. നമ്പർ 44 ആക്ടിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആക്ടിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും. 1989 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996 ബ്യൂട്ടിഫുൾ ഐസ്, കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു നല്ല മനോഹരമായ കണ്ണുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 37 വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസിനൊക്കെ ഒത്തിരി കാണുന്ന സമയമായിരിക്കാം. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 24 ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഐസ്ക്രീം ലവർ, ഒരു ഐസ്ക്രീം ലവർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. സെൽഫ് എംപ്ലോയി ആകാനുള്ള ചാൻസ് ഉണ്ട്. ഫുട്ബോൾ കളി കാണാനോ അല്ലെ കളിക്കുന്ന വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 33 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നു. അതുപോലെ 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ലെറ്റർ യു പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ലെറ്റർ എൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1983 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 34 1978 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 2002 ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ.
വീഡിയോ ഗെയിം ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള കളിക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 1992 എന്ന് പറയുന്ന വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.